നമ്മൾ എപ്പോഴും നമ്മുടെ ബിസിനസ്സിന് ഓരോ സ്റ്റേജിൽ നമ്മൾ നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നിടത്ത് നമുക്ക് അതിനേക്കാളും ക്യാപ്പബിൾ ആൾക്കാർ ആവശ്യമുണ്ട്. അതിനേക്കാളും ഇപ്പം നമ്മൾ ചെയ്യുന്നതിന് ഒരു 10 കോടിയിൽ നമ്മൾ 100 കോടിയിലേക്ക് പോകണമെങ്കിൽ 100 കോടിയിലേക്ക് എത്തിക്കാൻ പറ്റിയ ആൾക്കാരെ വേണ്ടത്. ഈ 10 കോടി ചെയ്യുന്ന സമയത്ത് 10 കോടിയിൽ സ്റ്റെക്കായി നിൽക്കുന്ന ഒരു ബിസിനസ്സുകാരന് ഈ 10 കോടിയുള്ള ആളുകളെയും വെച്ചുകൊണ്ട് 100 കോടിയിലേക്ക് പോകാൻ പറ്റൂല. നിങ്ങൾക്ക് റോട്ടിലൂടെ പോകുന്ന സാധനം റെയിൽ പാളത്തിലൂടെ കൊണ്ടുനടക്കാൻ കഴിയില്ല. അതൊരു വേറെ ട്രാക്കാണ്. അതുപോലെ തന്നെ 10 കോടിയിൽ നിന്നൊരു 100 കോടിയിലേക്ക് എത്തുന്നത് 100 കോടി വേറൊരു ട്രാക്കാണ്, വേറെ കൾച്ചറാണ്. ആ കൾച്ചറിൽ പറ്റിയ ആളുകളെ നമ്മൾ ഡെവലപ്പ് ചെയ്യണം, നന്നായിട്ട് ഡെവലപ്പ് ചെയ്യണം, അവരെ ട്രെയിൻ ചെയ്യണം, അവരെ നമ്മൾ പുഷ് ചെയ്യണം. എന്നിട്ട് അതിലൂടെ അവിടെ സിസ്റ്റം വേറെയാണ്. നമുക്കിപ്പോൾ കേരളത്തിൽ ബിസിനസ് ചെയ്ത അതേ സ്ട്രാറ്റജി കൊണ്ട് നമുക്ക് ദുബായിൽ ബിസിനസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ദുബായിലേക്ക് നമ്മുടെ ബിസിനസ് സ്കെയിൽ ചെയ്യണമെങ്കിൽ ആ മാർക്കറ്റ് അറിയാവുന്ന, ആ മാർക്കറ്റിൽ ഓടിയെത്താൻ കഴിയുന്ന ആളുകൾ നമ്മുടെ കയ്യിൽ വേണം. അവിടേക്കുള്ള സ്ട്രാറ്റജി വേണം, അവിടേക്കുള്ള ടെക്നോളജി വേണം. അങ്ങനെയാണ് നമുക്ക് ബിസിനസ് സ്കെയിൽ ചെയ്യാൻ പറ്റുക. അപ്പോൾ തുടക്കം പലപ്പോഴും എളുപ്പമായിരിക്കും, പക്ഷേ സ്കെയിലബിലിറ്റിയാണ് പലപ്പോഴും പല ബിസിനസ്സുകളും സ്ട്രഗിൾ ചെയ്യും.